എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. കസിംബായി ബ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗെയ്സ്, നമ്മൾ കുറെ ദിവസമായി ഒരു വ്ളോഗൊക്കെ ചെയ്തിട്ട്, കാരണം ആകെ എന്താ പറയാ ഒരു അങ്കലപ്പിലായിരുന്നു കേട്ടോ കാര്യങ്ങള്. അപ്പൊ ഞാൻ എനിക്ക് പെട്ടെന്നൊന്ന് വീട്ടിലോട്ട് വരേണ്ടി വന്നു. കാരണം വീട്ടിലെല്ലാവർക്കും പനി പിടിച്ചു ഗെയ്സ്. എന്താ പറയാ, ഡെങ്കിപ്പനിയായിട്ടും പകർച്ചപ്പനിയായിട്ടും നാട് നീളെ പനിയോട് പനി. പനിച്ചു വിറച്ച് കേരളം എന്ന് പറയുന്ന പോലെ പനിച്ചു വിറച്ച് ഞങ്ങളുടെ സ്വന്തം നാട്. എന്താ ചെയ്യാ, ഗവൺമെന്റ് ആശുപത്രിയുടെ ഒരു ഭാഗത്തോട്ട് അടുക്ക് പോലും പറ്റുന്നില്ല കേട്ടോ. ശിവക്കുട്ടിനെ രാവിലെ മരുന്നിന് രണ്ടാമത്തെ ദിവസം കൊണ്ടുവന്ന സീനാണ് ഈ കാണുന്നത്. അവിടെ മോക്ക് അങ്ങ് ക്ഷീണം പിടിച്ച് ആകെ ഒരു ഭാഗമായിട്ടോ. ഗവൺമെന്റിൽ തന്നെയാണ് ഞങ്ങൾ പോയത്. നമ്മൾ പേരാവൂർ ഗവൺമെന്റ് ആശുപത്രിയിലോട്ടാണ് ഫസ്റ്റ് പോയത്. പക്ഷെ അവിടെ ഏരിയയിലോട്ട് അടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ എന്തായാലും ഒരു പ്രൈവറ്റ് ആശുപത്രിയിലോട്ട് പോയി. ഞങ്ങൾ അവിടെ ഒന്നെങ്കിൽ പോയിട്ടുണ്ടെങ്കിലും ഒന്നെങ്കിൽ അവിടെ ദിനേശൻ ഡോക്ടർ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ നമ്മുടെ വേറൊരു ഹോസ്പിറ്റൽ ഉണ്ട്, അവിടെയാണ് പോകാറ്. അപ്പൊ ദിനേശൻ ഡോക്ടറെ അടുത്തോട്ടാണ് പോയത് കേട്ടോ. അപ്പൊ ഡോക്ടർ CM ദിനേശ് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി തൊട്ട് ഉച്ചയ്ക്ക് 1:30 വരെയും പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് 4 മണി തൊട്ട് 5:30 വരെയാണ് ഡോക്ടർ ഉണ്ടാകുന്നത്. ഡോക്ടറെ കൂടാണ്ട് ഡോക്ടർ പ്രീത ദിനേശ് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ വൈഫും ഇവിടെ ഉണ്ട് കേട്ടോ. ചെറിയ ക്ലിനിക്ക് ആണെങ്കിലും അത്യാവശ്യം എന്താ പറയാ മരുന്നുകളും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. പെട്ടെന്ന് തീരെ സുഖമില്ല, ട്രിപ്പ് ഇടാനും ഇഞ്ചക്ഷൻ വെച്ചൊന്ന് കടത്താനൊക്കെ പറ്റിയൊരു ഹോസ്പിറ്റൽ കൂടിയാണ് ഇവിടെ ദിനേശ് ഡോക്ടർ ഹോസ്പിറ്റൽ കേട്ടോ. പിന്നെ അതൊക്കെ തന്നെയാണ് ഇപ്പം പറയാനാണ് പ്രധാനപ്പെട്ട വിശേഷം. ആകെ പനിയുടെ ഒരു ബഹളമായിരുന്നു. അപ്പൊ എന്തായാലും 2 ദിവസം എനിക്ക് അവിടെ കൂടേണ്ടി വന്നു. അപ്പൊ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് വീഡിയോ എടുക്കുന്നത്. അതൊക്കെ തന്നെയാണ് ഇന്നത്തെ ബ്ലോഗിലായിട്ട് ഞാൻ നിങ്ങളെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ അവിടെ പൂച്ചയും എന്താ പറയാ പൂച്ച, കോഴി, ആട്, പശു ഈ വക സാധനങ്ങളെല്ലാം ഉള്ള ഒരു വീടായിട്ട് അവിടുത്തെ അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് പോകുമ്പോ എന്തായാലും കുറച്ച് നമ്മുടെ കാന്താരി മുളക് നിറച്ച് നിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കൊണ്ടുപോകാൻ വേണ്ടി കുറച്ച് പറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെല്ലാം കൂടി പറിച്ചപ്പോ ഏകദേശം ഇത്രയും ഉണ്ടായിരുന്നു. ഇനി 1-2 മരത്തിൽ പറിക്കാണ്ട്. ഇത് വെറും 2 മരത്തില് മുളകാട്ടോ ഈ കാണുന്നത്. നല്ല മൂത്ത് പഴുത്തല്ല അടിപൊളി വെളുത്ത കാന്താരി കേട്ടോ. അപ്പൊ അവിടെ ചെന്ന് വിചാരിച്ചു എല്ലാരും പനി പിടിച്ച് കിടക്കല്ലോ വിചാരിച്ചു കുറച്ച് അച്ചാറുണ്ടാക്കി വെക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയിൽ വേവിച്ചിട്ട് ആണ് ഈ പ്രാവശ്യം ഞാൻ അച്ചാറിട്ടത്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ അച്ചാറിട്ടത് വേറൊരു മെത്തേഡായിരുന്നു. ഞാൻ എണ്ണയിൽ വറുത്ത് കോരിയിട്ടുള്ള അച്ചാർ. ഇത് ഡിഫറെന്റ് ചെയ്തു. ഏത് രീതി ഇട്ടിട്ടുണ്ടെങ്കിലും കാന്താരി മുളക് അച്ചാർ സൂപ്പറാട്ടോ. കാണുമ്പോൾ തന്നെ നമ്മുടെ വായിൽ വെള്ളം ഊറുന്നുണ്ട്. നല്ല എരിവാണ്, അതുപോലെ തന്നെ പുളിയും ചെറിയ മധുരമൊക്കെ ചേർത്ത് വെക്കുമ്പോൾ അടാറ് പൊടി ടേസ്റ്റാണ് കേട്ടോ. പിന്നെ പിറ്റേ ദിവസം രാവിലെ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ പാലിന് പോകുന്ന സീനാണ്. പിറ്റേ ദിവസം അവിടുത്തെ ഉമ്മാക്കും പനി പിടിച്ചു. ഉമ്മ സൈഡ് കടന്നപ്പോ പിന്നെ പശുവിനെ എങ്ങനെയോ ഉമ്മ കറന്നു തന്നു. പിന്നെ പാലും കൊണ്ട് ഞാൻ പോകാന്ന് പറഞ്ഞിട്ട് പാലും കൊണ്ട് പോകുന്ന സീനാട്ടോ. അപ്പൊ പാല് കൊടുത്ത് അവിടെ നിൽക്കാണ്. ഷിപ്മാണെന്ന് കടയിലോട്ട് പോയി. അപ്പൊ പാല് കൊടുത്തപ്പോ അവിടുത്തെ പാല് എന്താ പിന്നെ വണ്ടിയിലാണ് വന്ന് പാലും വണ്ടി. അപ്പൊ അതിനകത്ത് ചേട്ടൻ ചേച്ചിയും പറഞ്ഞു വീഡിയോ ഒക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ടോ. നമ്മുടെ ജോണി ചേട്ടൻ നാട്ടോ പേര്. പിന്നെ വൈഫിന്റെ പേര് എനിക്ക് അറിയത്തില്ല. അപ്പൊ അവരും പറഞ്ഞു വീഡിയോ കാണാറുണ്ട്, നല്ല വീഡിയോ ആണ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഒരുപാട് സന്തോഷമായി. അപ്പൊ വെളുപ്പാങ്കലത്ത് നല്ലൊരു കമന്റ് കിട്ടിയ സന്തോഷത്തിലും കൂടിയായിരുന്നു ഞാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്നൊരു ഭാഗാട്ടോ ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഭാഗത്ത് നമ്മൾ വീട്ടിലോട്ട് പോകുന്നിടത്ത് ചെറിയ തോടും ചെറിയ വരമ്പൊക്കെ ആട്ടോ. വലിയ മെയിൻ റോഡ് നമുക്ക് അപ്പുറത്ത് കൂടി ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇടവഴി കൂടെ പോകുന്നൊരു ഭാഗാട്ടോ. അപ്പൊ രാവിലെ തന്നെയായിട്ട് ഇടവഴിയിലെ കാഴ്ചകളൊക്കെയാണ് ഇത്. കാരണം രാവിലെ തന്നെയുള്ള സൂര്യകിരണങ്ങളുടെ പ്രകാശം ഏറ്റുവാങ്ങി നമ്മുടെ ഇടവഴിയിലേക്ക് ചാഞ്ഞിട്ടുണ്ട് നമ്മുടെ സൂര്യകിരണങ്ങള്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സമയത്തൊന്നും നമ്മുടെ ഇത്ര നാട്ടുവഴികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ 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 വിരളമായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ നാട്ടുവഴികളും പൊളിച്ചിട്ട് ടാറിങ് വലിയ വലിയ പാതകളൊക്കെയാണ്. പക്ഷെ ഇപ്പം ഇത്തരം കാഴ്ചകളൊക്കെ കുറച്ച് കുറവാട്ടോ കാണാന്. അപ്പൊ നമ്മുടെ പേരാര് വീട്ടിലോട്ട് കയറി പോകുന്ന ഒരു ചെറിയ ഇടവഴിയാണിത്. അപ്പൊ അവിടുത്തെ 2 മൺതിട്ടകൾക്കിടയിലൂടെ ഉള്ളൊരു ഒരു മൺപാത. അത് സ്റ്റെപ്പ് കയറി മേലോട്ട് പോകണം കേട്ടോ. അപ്പൊ ആ ഭാഗത്തൊക്കെ കൊച്ചു എന്താ പറയാ നമ്മുടെ ചെടികളും ചെറിയ ചെറിയ എന്താ പറയാ ചെമ്പരത്തികളും പൂക്കളൊക്കെ ആയിട്ട് അടിപൊളി മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. അപ്പൊ വീട്ടിലെ മറ്റൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പുള്ളിപ്പൂച്ച ഉണ്ട്. എന്റെ പൊന്നാര മക്കളെ, ആ പൂച്ചക്കാണെങ്കിൽ ചിപ്പൂനെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. അവൾ എവിടെ കടന്നാലും അവള് നടന്നു പോയാലും അവൾ എവിടെ പോയാലും അവളെ പുറകുന്ന് മാറാൻ നേരം. എനിവേ സ്കൂളിൽ പോകുവാണെങ്കിൽ പോലും സ്കൂളിന്റെ അവിടം വരെ കൊണ്ട് വിട്ടിട്ടാണ് 36 തിരിച്ചു വരുള്ളൂ. പിന്നെ ചോറും കറിയുടെ ഒക്കെ പരിപാടി പിന്നെ ഞാനങ്ങ് ഏറ്റെടുത്തു. പിന്നെ എന്റെ കൂടെ തന്നെ അളിയനും അത് ഉപ്പയൊക്കെ എല്ലാവരും കൂടി ഞങ്ങൾ ചേർന്നിട്ടാണ് പിന്നെ ഇന്നത്തെ പാചകവും കാര്യങ്ങളൊക്കെ. കാരണം എല്ലാവരും വീട്ടിലെ പെണ്ണുങ്ങളെല്ലാം പനിച്ച് കിടപ്പിലായിപ്പോയി. ഭാര്യ ആണെങ്കിലും എൻ്റെ മക്കളാണെങ്കിലും അമ്മായിമ്മയാണ് എല്ലാവരും. അപ്പോഴാണ് അടുക്കളേന്റെ മൂലയ്ക്ക് ഞാൻ കണ്ടത് ഒരു ചേനയുടെ കഷ്ണവും പിന്നെ 5-6 പച്ചക്കായി.
അപ്പൊ അത് ഉപ്പേരി വെക്കാൻ വിചാരിച്ചു. പിന്നെ മീൻ കറിയും വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പൊ ഞാൻ കുറെ നാളായിട്ടോ ഇങ്ങനത്തെ ഒരു കായും ചേന ഉപ്പേരി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പഴയ സ്റ്റൈലും രീതിയിലൊന്ന് വെക്കാന്നും കൂടി വിചാരിച്ചു. അപ്പൊ അതെന്തായാലും നന്നായി കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ചട്ടിയിലോട്ട് കുറച്ച് ഫസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. അതിന് ഞാൻ പിന്നെ ചെറിയൊരു സ്റ്റീൽ പാത്രത്തിലോട്ട് എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി ഉടഞ്ഞു വേവിച്ചില്ല, എന്നാലും നമുക്ക് കഴിക്കാവുന്ന രീതിയിൽ വേവിച്ച് റെഡിയാക്കി അത് മാറ്റി വെച്ചു കേട്ടോ. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് നന്നായി ചതച്ച് സെറ്റാക്കി എടുക്കണം കേട്ടോ. ഏകദേശം ഈ ഒരു വേവ് മതി, വലിയ ഉടഞ്ഞുന്ന രീതിയിൽ വേണ്ട, നിങ്ങളുടെ ഇഷ്ടം പോലെ. ഞാൻ അത്ര ഉടച്ച രീതിയിലൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ നോക്കുമ്പോൾ ഇത് കുറച്ച് അടിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ അത് റെഡിയാക്കി അവിടെ മാറ്റി വെച്ചു. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി നമ്മുടെ കല്ലിലിട്ട് നന്നായി ചതച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് നമ്മുടെ കറിച്ചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി മൂത്ത് വരുമ്പോൾ അതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇത്ര ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച സാധനത്തിലോട്ട് തട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉപ്പേ റെഡി ആയിട്ടോ. ഉപ്പാക്ക് ഇങ്ങനെയൊക്കെ അറിയുള്ളൂ ചിപ്പു, എന്താ ചെയ്യാ? തൽക്കാലം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യട്ടാ. ഇങ്ങനെ തന്നെ മതിയാ? പോരെ? എങ്ങനെ വെള്ളം കെട്ടിക്കോ? ഒന്ന് കെട്ടിയാ മതിയില്ലേ ഇപ്പൊ? ആ കുട്ടി പറഞ്ഞേട്ടെ സിഫാന, എങ്ങനെയായിരുന്നു കെട്ടിയാ മതി മതി ഇപ്പൊ? മൊത്തത്തിൽ ഇപ്പൊ എങ്ങനെയുണ്ട്? മൊത്തം അടിപൊളിയാ. ഉപ്പാക്ക് കെട്ടാനൊക്കെ അറിയാം. ഇപ്പൊ പണ്ടത്തെ കാണിച്ചു സിഫാനെ കാണിച്ചു കൊടുക്ക്. അങ്ങോട്ട് നോക്കാം സിഫാനെ. പിന്നെ ചിപ്പുവിന്റെ മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു. ചിപ്പുനാണേല് മുടി കെട്ടിക്കൊടുക്കാൻ ആരുമില്ല. ഒപ്പ എന്റെ മുടി കെട്ടിത്താൻ വേണ്ടി മുഴുവൻ എടുത്തോണ്ട് ഏറ്റെടുത്തോണ്ട് അപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചിപ്പുവിന്റെ മുടിയൊക്കെ കെട്ടിക്കൊടുത്തു കേട്ടോ. പിന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ അച്ചാറിട്ട ചട്ടി അവിടെ ഇരിപ്പുണ്ട്. അതിനകത്തായിട്ട് കുറച്ച് ചോറും ഇട്ട് നമ്മുടെ കായ്ക്കൂട്ടാനൊക്കെ ഇട്ട് എല്ലാം വെട്ടി വിഴുങ്ങും കേട്ടോ. നല്ല വിശപ്പായി പോയി. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമല്ലേ. നമ്മുടെ വീട്ടില് കുറെ പഴയ മീൻ ചട്ടിയോ അങ്ങനത്തെ ചട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുഴച്ച് തിന്ന്. ഇപ്പാണെങ്കിൽ ചട്ടിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലിലും കിട്ടും കേട്ടോ ചട്ടിച്ചോറിന്. ഞാൻ ഹോട്ടലിൽ ഇതുവരെ കഴിച്ചിട്ടില്ല. നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ചട്ടിച്ചോറിനൊക്കെ പറഞ്ഞ ഹോട്ടലിൽ കിട്ടും. പക്ഷെ നമ്മുടെ വീട്ടിലെ കറിച്ചട്ടി പഴയതുണ്ടെങ്കിൽ അതിനകത്ത് തുടച്ചു വാരി തിന്ന് സുഖം വേറെ തന്നെയാണ്. പിന്നെ നമ്മുടെ എന്താ പറയാ വീടിന്റെ പിന്നാമ്പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ ആട്ടുമാമേനെ പൈക്കിടാങ്ങളെ പിന്നെ നമ്മുടെ കോഴിക്കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടു. പിന്നെ ഇവളോട് കുറച്ച് വിശലം പറയാട്ടോ ഞാന്. ചിരിച്ചേ ഒരു ഹായ് പറഞ്ഞേ, എല്ലാവരോടും ഹായ് പറഞ്ഞേ. നിനക്ക് പല്ലെത്രയുണ്ട് നോക്കട്ടെ, ഇങ്ങോട്ട് വന്നേ. പിന്നെ ഞങ്ങള് മുറ്റത്തോട്ടൊക്കെ ഇറങ്ങിയപ്പോ ചിപ്പൂന്റെ പൂച്ചക്കുട്ടി ചിപ്പൂന്റെ പുറകെ തന്നെ വെച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൊരു ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ലൈക്ക് അടിക്കാനും ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് കാസിം ഭായി വീണ്ടും വരാം. എല്ലാവരുടെ സ്നേഹം മാത്രം. ബൈ.